ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി യാഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യാന്വേഷികളെ, വറആ മനാമൻ അൻ യുസമ്മാ ഹംലഹു ബിമുഹമ്മദിൻ ഇന്നൽ ജലീല അജല്ലഹു വളുമും അബാബക്രിൻ ഇലൈഹി അമല്ലഹു സിയം വലിയുല്ലാഹി കാന അലീമാ ഫബിജാഹിഹി ഇർഹം കുല്ലനാ തർഹീമാ. ഖുതുബയുടെ ഭാഷ എന്താണെന്നുള്ള വിഷയത്തിൽ കേരള മുസ്ലിങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നികൾക്കിടയിൽ തർക്കത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത വിഷയമാണ്. എല്ലാ സുന്നികളും എന്ന് പറയുമ്പോൾ എല്ലാ മദ്ഹബിൻ്റെ അഹ്ലുകാരും ഈ വിഷയത്തിൽ ഒരു തർക്കവും വെച്ച് പുലർത്തുന്നില്ല. ഷാഫിഈ മദ്ഹബാകട്ടെ, ഹനഫി മദ്ഹബാകട്ടെ, ഹംബലി മദ്ഹബാകട്ടെ, മാലിക്കി മദ്ഹബാകട്ടെ, എല്ലാ മദ്ഹബിൻ്റെ അഹ്ലുകാരും ഖുതുബയുടെ ഭാഷ എന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അത് അറബിയിലായിരിക്കണമെന്നാണ് അവരെല്ലാവരും പറയുന്നത്. കാരണം വയുസ്തർത്തു കൗനുഹ അറബിയത്തെ, ഖുതുബ അറബിയിലായിരിക്കൽ അത് ഷർത്താണ്. അപ്പോൾ ഈ ഖുതുബ അറബി ഭാഷയിലായിരിക്കൽ ഷർത്താണ് എന്ന് മഹാന്മാർ അവരുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചപ്പോൾ അതിനൊരു കാരണം, പ്രധാനപ്പെട്ടൊരു കാരണമായി അവർ പറഞ്ഞത് ഫത്തുഹുൽ മഈനാകട്ടെ, മിൻഹാജ് ആകട്ടെ, ഷറഹുൽ മഹല്ലി ആകട്ടെ, ബുഷറൽ കരീം ആകട്ടെ, എല്ലാ ഗ്രന്ഥങ്ങളിലും അവരൊക്കെ പറഞ്ഞു ലിത്തിബാഇ സലഫി വൽ ഖലഫി, സലഫിൻ്റെയും ഖലഫിൻ്റെയും മാർഗം പിന്തുടരുന്നതിനു വേണ്ടി. അപ്പോൾ അത് മുൻഗാമികളുടെ മാർഗമാണ്. മുൻഗാമികളുടെ പാത പിൻപറ്റുക എന്നുള്ളതാണ് എല്ലാ ഇബാദത്തിൻ്റെയും അടിസ്ഥാന കാരണം. എല്ലാ ഇബാദത്തുകളും നമ്മൾ മുൻഗാമികളെ അനുധാവനം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെയും മറിച്ചല്ല വസ്തുത. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഖുതുബക്ക്, ജുമഅയുടെ ഖുതുബക്ക് അറബിയല്ലാത്ത ഭാഷ കൊണ്ടുവന്നാലോ അവൻ ളാല്ലും മുളില്ലുമാണ്, അവൻ പഴച്ചുപോയവനാണ്. അതിലാർക്കും സംശയമല്ല, മുസ്ലിം ലോകത്തിന് സംശയമില്ല. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ എന്നാണ് തിരു ഹബീബിൻ്റെ അധ്യാപനം. അവിടുന്ന് ഖുതുബ അറബിയിൽ നിർവഹിച്ചു, ജുമഅ നിസ്കരിച്ചു. അതുപോലെ നമ്മളും ഖുതുബ അറബിയിൽ നിർവഹിച്ച് ജുമഅ നിസ്കരിക്കണം. അതല്ലാതെ ഒരാൾ ചെയ്താൽ അത് ഇത്തിബാഇന് വിരുദ്ധമാകും, മുൻഗാമികളുടെ ചര്യക്ക് വിരുദ്ധമാകും. അവനെ ളാല്ലും മുളില്ലുമായിട്ട് അടയാളപ്പെടുത്തും, മുബ്തദി ആയിട്ട് അടയാളപ്പെടുത്തും. ഇത് സർവാംഗീകൃതമായൊരു കാര്യമാണ്. അതിനും ഇപ്പോൾ ഒരു പുതിയ ക്യാപ്സൂൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു പുരോഹിതൻ, ഒരു കോട്ട് സക്കാഫി. ഈ അടുത്തൊരു പ്രത്യേക സംഘടനയുടെ പരിപാടിയിൽ ഇംഗ്ലീഷിൽ ഖുതുബ നിർവഹിക്കുന്ന ഒരു കക്ഷി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് സുഹബത്തിന് യോഗ്യനായ ഒരു വ്യക്തി എന്ന നിലക്കാണ്. സുഹബത്ത് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള സഹവാസം. അപ്പോൾ ആധ്യാത്മികമായ സഹവാസത്തിന് യോഗ്യനായ വ്യക്തി എന്ന നിലക്കാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും സുന്നിയത്തുള്ള ആരും അത് ചോദ്യം ചെയ്യും. ഞാൻ ചോദ്യം ചെയ്യും. കാരണം എൻ്റെ ആശയത്തിന് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആ വ്യക്തി ഇംഗ്ലീഷ് ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിട്ട് തന്നെ നമുക്കെല്ലാം കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ കോട്ട് സക്കാഫി വന്ന് പറയുന്നു,
അങ്ങനെ പറയരുത്. അദ്ദേഹം ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനോ അദ്ദേഹവുമായി നിസ്സഹകരണ നയം അഥവാ തർക്കുൽ മുവാലാത്ത് അപ്ലൈ ചെയ്യുവാനോ കഴിയുകയില്ല. കാരണം അദ്ദേഹം അഖീദയിൽ പിഴച്ചുപോയ കക്ഷിയല്ല എന്നാണ് ഇയാളുടെ വലിയ ന്യായീകരണം. അയാൾ പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. അയാൾ പറയട്ടെ, മിസ്റ്റർ കോട്ടു സക്കാഫി പറയട്ടെ. കോട്ടു സക്കാഫി പറയൂ. അപ്പോൾ മനസ്സിലായല്ലോ ആരാണ് മുബത്തദി. അഹ്ലുസുന്നയുടെ മുഖ്യധാരക്കെതിരെ നിലപാടെടുക്കുന്നവനാണ് മുബത്തദി. അത് ഈ കോട്ടു സക്കാഫി തന്നെ പറഞ്ഞു വെച്ചു. അല്ല ഈ വാർത്ത കാണിക്കുന്നത് കുല്ലു മുബത്തദിഇൻ ഹുവ മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസുന്നത്തി മിമ്മാ കാന അലൈഹി അഹ്ലുസുന്നത്തി മിമ്മാ കാന അലൈഹി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു. റസൂലുള്ളാഹിൻ്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെയും സലഫിൻ്റെയും ഖലഫിൻ്റെയും ഒക്കെ മാർഗത്തിന് വിരുദ്ധമായ ചേരിയിൽ സഞ്ചരിക്കുന്നവരെ, നിലപാടെടുക്കുന്നവരെയാണ് മുബത്തദി എന്ന് പറയുന്നത്. അവൻ മുബത്തദി ആയിക്കഴിഞ്ഞാൽ അവനോട് നിസ്സഹകരണ നിയമം നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ താല്പര്യം. അപ്പോൾ ഇയാൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ പറയപ്പെടുന്ന ഇംഗ്ലീഷിൽ ഖുതുബ നിർവഹിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ അഖായിദ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും മുബത്തദിയായിട്ട് ഗണിക്കാൻ പറ്റില്ല, അദ്ദേഹവുമായിട്ട് തർക്കുൽ മുവാലാത്ത് നടപ്പിലാക്കാനും കഴിയില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ടിയാൻ്റെ പക്ഷം. ശുദ്ധമായ അസംബന്ധം, ശുദ്ധമായ വിവരക്കേട്. മുസ്ലിയാരുടെ തൊപ്പിയും വലല്ലാലിൻ കുപ്പായവും ഇട്ട് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. ഒരു കോട്ടും ഒരു തൊപ്പിയും വലല്ലാലിൻ കുപ്പായവും ഇട്ട എന്തുമാകാം എന്നാണ് ഇവരുടെയൊക്കെ മൗഢ്യധാരണ. എടോ കോട്ടു സക്കാഫി, തന്നെയും തന്നെപ്പോലുള്ള ചില പാസ്റ്റർമാരെയും പിന്തുണക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്തെന്നറിയോ? കേട്ടോ, എടോ അഖായിദ് എന്ന് പറഞ്ഞാൽ, നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയപ്പെടുന്ന വ്യക്തി, ഈ ഇംഗ്ലീഷിൽ ഖുതുബ നിർവഹിക്കുന്ന വ്യക്തി, അയാളുടെ നിലപാട് എന്താണ്? 4 മദ്ഹബിലും തർക്കമില്ലാത്ത കാര്യമാണ്, തർക്കമറ്റ കാര്യമാണ് ഖുതുബ അറബിയിൽ നിർവഹിക്കണമെന്നുള്ളത്. അതിനെതിരെ ഒരുവൻ നിലപാടെടുത്തു കഴിഞ്ഞാൽ അവൻ പിഴച്ച കക്ഷിയാണ്, അവനെ മുബത്തദി എന്നാണ് പറയുക. നോക്കൂ, ഈ പറയപ്പെടുന്ന വ്യക്തി ഈ 4 മദ്ഹബിന് എതിരായൊരു നിലപാട് അയാൾ വെച്ച് പുലർത്തുകയാണ്. അയാളുടെ വിശ്വാസം എന്താ? 4 മദ്ഹബിൽ അറബിയാണ്. ആ 4 മദ്ഹബിന് വിരുദ്ധമായിട്ട് ഞാൻ അറബിയല്ലാത്ത ഇംഗ്ലീഷിലോ മറ്റ് ഉറുദുവിലോ അതല്ലെങ്കിൽ ഫാരസിയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ ഞാൻ നടത്തിയാൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമാവുകയില്ല എന്നാണ് അവൻ്റെ വിശ്വാസം. അങ്ങനെ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അവൻ പ്രവർത്തിക്കുന്നത്. എടോ, ഫസ്റ്റ് വിശ്വാസമല്ലേ വരുന്നത്, ഫസ്റ്റ് നിലപാടല്ലേ വരുന്നത്, ഫസ്റ്റ് വാദമല്ലേ വരുന്നത്. അങ്ങനെ ആദ്യം വിശ്വാസത്തിൽ നിലപാടെടുത്തുകൊണ്ടല്ലേ അയാൾ പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യവും അങ്ങനെയല്ലേ? ഈ അന്തംഗമ്മിയായ കോട്ടു സക്കാഫി പറയുന്നു, അയാൾക്ക് വിശ്വാസത്തിൽ പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ ശരിയാവും? അയാളുടെ നമ്പർ 1 പ്രശ്നം എന്താണ്? സലഫിൻ്റെയും ഖലഫിൻ്റെയും മാർഗത്തിന് വിരുദ്ധമായി അയാൾ ഒരു കാര്യം ചെയ്താൽ അത് ശർഇൽ പ്രശ്നമുള്ള കാര്യമല്ല, അത് സുന്നത്തായ കാര്യമാണ് എന്ന വിശ്വാസം വെച്ചുകൊണ്ടല്ലേ അയാൾ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത്. സോ ഹൂ ഈസ് ഹി? ഹി ഹാസ് ഓൾറെഡി ഗോൺ ആസ്ട്രേ. പിഴച്ചുപോയി, പിഴച്ച കക്ഷിയാണ് എന്നുള്ളതാണ്. അയാൾ ആരാണ് എന്നുള്ളതല്ല എക്സ് ഓർ വൈ. അങ്ങനെ നിലപാടെടുക്കുന്നവൻ പിഴച്ചവനാണ്, മുബത്തദിയാണ്. എന്താ സംശയം? അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂര് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു. എന്താണ് പുത്തനാശയം? ഇസ്ലാമിലെ പൊതുധാരയുമായി പൊരുത്തപ്പെടാത്ത ആശയങ്ങൾ, ഇസ്ലാമിലെ പൊതുധാരയുമായി പൊരുത്തപ്പെടാത്ത ആശയങ്ങൾ, ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ബ്രാക്കറ്റിൽ ബുഖാരി.
അദ്ദേഹത്തിൻ്റെ മലയാള പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്. അപ്പോൾ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണ് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കുക. അത് തള്ളപ്പെടേണ്ടതാണ്, കൊള്ളപ്പെടേണ്ടതല്ല. ഓനെ തള്ളണമെന്നാണ് അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ, അദ്ദേഹം മർക്കസിലെ മുദരിസാണ്. ആ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരാളല്ലേ ഈ കോട്ടു സഖാഫി. അദ്ദേഹത്തോടൊന്ന് ചോദിച്ചുകൂടെ? അറ്റ്ലീസ്റ്റ് ഇയാൾ വലിയ കബൂലിയത്തുള്ള ആളാണെന്നാണ് പറയുന്നത്. എന്ത് കബൂലിയത്തോടോ എനിക്കുള്ളത്? ഒരു മുസ്ലിയാർ, കോഴിക്കോടുള്ള മുസ്ലിയാർ എൻ്റെ അടുത്ത് പറയാണ് ഇയാൾക്ക് ഭയങ്കര കബൂലിയത്താണ് അത്രേ. ആരുടെ അടുത്ത് കബൂൽ? മുബത്തതിൻ്റെ അടുത്താണോ കബൂലിയത്ത്? ദാ അസീസ് സഖാഫി പറയുന്നു, പൊത്തനാശയം നിമിത്തം മതപരിത്യാഗം സംഭവിക്കാത്തിടത്തോളം മുസ്ലിമിൻ്റെ അടിസ്ഥാന പരിഗണന ലഭ്യമാണെങ്കിലും അവൻ്റെ ആശയാദർശങ്ങൾക്ക് അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കത്തക്ക രീതിയിൽ സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കാനോ സഹവാസം സുഹബ പുലർത്താനോ പാടില്ല. പുത്തനാശയക്കാരുടെ സലാം പറയരുത്. തുഹഫ 9/220. തുഹഫ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ പറയുന്നു. അപ്പോൾ സുഹബക്ക് പറ്റിയ ആളല്ല ഈ ഇംഗ്ലീഷിൽ ഖുതുബ നിർവഹിക്കുന്ന വ്യക്തി എന്നുള്ളത് അഹ്ലുസുന്നയിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതാണ് അബ്ദുൽ അസീസ് സഖാഫിയും ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. അപ്പോൾ സലാം പറഞ്ഞാൽ മടക്കുകയും അരുത്. എത്ര കൃത്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, മഹാനായ അല്ലാമ സ്വാബി റഹിമഹുല്ല അവിടുത്തെ വിശ്വവിഖ്യാതമായ തഫ്സീറിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? സ്വാബി ഇമാം പറഞ്ഞു, കണ്ടോ, വലാ യജൂസു തഖ്ലീദു മഅദൽ മദാഹിബൽ അർബഅത വലൗ വാഫഖ ഖൗല സ്വഹാബ വൽ ഹദീസ സ്വഹീഹ വൽ ആയത ഫൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅതി ളാല്ലുൻ മുളില്ലുൻ വറബമ അദ്ദാഹു ദാലിക ലിൽ കുഫ്രി ലിഅന്ന അൽ അഖദ ബി ളവാഹിൽ കിതാബി വസുന്നതി മിൻ ഉസൂലിൽ കുഫ്രി. കണ്ടോ, 4 മദ്ഹബിനെതിരായിട്ട് ഒരുവൻ വല്ലതും കൊണ്ടുവന്നാൽ അവൻ ളാല്ലും മുളില്ലുമാകുന്നു, അവൻ്റെ അടിസ്ഥാനം കുഫറാകുന്നു, അതവനെ കുഫറിലേക്ക് കൂട്ടിയേക്കാം എന്ന് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നു. പിന്നെ എന്താണോ ഇവിടെ ന്യായീകരണത്തിന് ഒരു സ്കോപ്പുള്ളത്? എന്ത് വകുപ്പാണത് ന്യായീകരിക്കാൻ? لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله ورسول الله صلى الله عليه وسلم. اللهم رب هذه الدعوة ودرجة رفيعة وبأسمك محمود الذي وضع رسول. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമാണ്. 4 മദ്ഹബിനെതിരെ ഒരുവൻ നിലപാടെടുത്താൽ അവൻ ളാല്ലും മുളില്ലുമാണ്. സ്വാഭിമാമ അടക്കമുള്ള മഹാന്മാർ പഠിപ്പിച്ചതാണ്. റളിയല്ലാഹു അൻഹു. കൃത്യമാണല്ലോ. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലോ മറ്റോ ഭാഷയിലോ ഖുതുബ നിർവഹിക്കുന്നവൻ അവൻ ആദ്യം ആ വിഷയത്തിൽ അവൻ്റെ അഖീദ, അവൻ്റെ നിലപാട്, അവൻ്റെ വാദം എന്താണ്? 4 മദ്ഹബിനെതിരായാലും അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അത് സുന്നത്തായ കാര്യമാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവൻ ഇതിലേക്ക് കടക്കുന്നത്, ഇതിലേക്ക് ഉളരിപ്പിക്കുന്നത്. അവൻ ആരായി? അവൻ പിഴച്ചുപോയി. പിന്നെ അവനോട് എന്ത് നിലപാട് സ്വീകരിക്കണം? ഓനോട് എടുക്കേണ്ട നിലപാട് എന്താണ്? ഓനെ മാറ്റി നിർത്തണം. അവൻ സുഹബക്ക് പറ്റിയവനല്ല. ളാല്ലും മുളില്ലുമാണെന്ന് പറഞ്ഞാൽ പിന്നെ സുഹബക്ക് എങ്ങനെ പറ്റും? ഗുഡ് ഫോർ നത്തിങ്.
ആ ഒരു കാറ്റഗറിയിലാണ് പെടുക. ഗുഡ് ഫോർ നത്തിങ്, നിർഗുണ പരബ്രഹ്മം. ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു നിലപാടിൽ അഹ്ലുസുന്നക്ക് എതിരായിട്ടുള്ള, മുഖ്യധാരക്കെതിരായിട്ടുള്ള, സവാദുൽ ആലമിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ ഓൻ്റെ പേരെന്താണ്? ഓൻ്റെ ഡിനോമിനേഷൻ എന്താണ്? മുബത്തദി. എന്താ സംശയം? ഒരു സംശയമില്ല. ലാ ശക്കഫി. ഇബാറത്തിൽ തന്നെ അത് പറയുന്നില്ലേ? അപ്പം അവൻ്റെ അഖായിദ് അതിൽ എന്തുണ്ട്? പിഴവുണ്ട്. അവൻ്റെ വിശ്വാസത്തിൽ അവന് പിഴവുണ്ട്. ഇനി ഇവരുടെയൊക്കെ ഈ പറയുന്ന കോട്ടു സഖാഫിയുടെ ഒക്കെ നേതാവായ വാളക്കുളം മൗലവി പറയുന്നത് കേട്ടു നോക്കൂ. വാളക്കുളം പറയട്ടെ. എന്ന് മാത്രമല്ല, അദ്ദേഹം അത് നടത്തിയിട്ടുണ്ടെങ്കിൽ കർമ്മശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്രം പറയുന്നത് എന്ത് ശ്രദ്ധക്കുറവാണ്? അദ്ദേഹത്തെ വലിയ ഷെയ്ഖായിട്ടല്ല ഇവിടെ ആനയിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് വരെ അറിയാമല്ലോ. അറബിയത്തൻ, അറബി ഭാഷയിലായിരിക്കണം ഖുതുബ എന്നുള്ളത് മദ്രസ കുട്ടിക്ക് വരെ അറിയാം. ഷെയ്ഖായിട്ട് വന്നോൻ അത് അറിഞ്ഞൂടെ? അതെങ്ങനെ ശ്രദ്ധക്കുറവാകും? എങ്ങനെ ശ്രദ്ധക്കുറവാകും? ഇതൊക്കെ എന്ത് ന്യായീകരണമാണ് സുഹൃത്തുക്കളെ? എന്ത് ക്യാപ്സൂളാണ് അദ്ദേഹം പറയുന്നത്? കേൾക്കൂ. കേട്ടോ, ഈ ലിത്തിബാ സലഫി വൽ ഖലഫി, സലഫിൻ്റെയും ഖലഫിൻ്റെയും ഇത്തിബാഇനു വേണ്ടി. അപ്പം ഇത്തിബാഇന് എതിരാണ് ചെയ്യുന്നത്. ഒരാൾ ഇത്തിബാഇനെതിരെ ചെയ്താൽ, മുൻഗാമികൾക്കെതിരെ ചെയ്താൽ അവനെയാണ് മുബത്തദി എന്ന് കറതീർത്ത് വിളിക്കുന്നത്. ഇനി പൊന്മുള ഉസ്താദ് പറഞ്ഞു കേൾക്കൂ. അപ്പോൾ കേട്ടല്ലോ എന്താണ് പൊന്മള ഉസ്താദ് പറഞ്ഞത്? മുൻഗാമികളുടെ ചര്യയ്ക്ക് വേണ്ടി ലിത്തിബാ സലഫി ഖലഫി എല്ലാ ഗ്രന്ഥങ്ങളിലും അതുള്ളതാണ്, എല്ലാ കിതാബുകളിലും ഉള്ളതാണ്. അപ്പോൾ അതിനെതിരെ ഒരുവൻ നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അവസ്ഥ എന്താണ്? അവൻ്റെ അവസ്ഥ ഇസ്ലാമിൽ അവനക്കൊരു സ്ഥാനവുമില്ല. അവൻ ലാലിലും മുതലുമാണ്. അതല്ലേ ഇമാം സ്വാബി റളിയല്ലാഹുവിന് കൃത്യമായി പറയുന്നത്. വലോ വാഫക ഖൗലു സ്വഹാബ, ഇനി സ്വഹാബത്തിൻ്റെ കൗലിന് അനുകൂലമായി വന്നാലും, വൽ ഹദീസ സ്വഹീഹ വൽ ആയത്തിനോ ഹദീസിനോ അനുകൂലമായി വന്നാൽ പോലും അത് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം 4 മദ്ഹബിനെതിരാണത്. ഫൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅത്തി, 4 മദ്ഹബിന് ഒരാൾ പുറത്തു പോയാൽ ലാലുൻ മുദില്ലുൻ. അപ്പോൾ ലാലും മുദിലിനോട് തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്. എവിടുന്ന് വരുന്നടോ? ലാലും മുദിലിനോടല്ലേ തർക്കുൽ മുവാലാത്ത് വെച്ച് പുലർത്തേണ്ടത്? മുബത്തദീനോടും ഫാസിക്കിനോടും തർക്കൽ മുവാലാത്ത് വെച്ച് പുലർത്തണമെന്നുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന നിയമമല്ലേ? അതവനെ കുഫറിലേക്ക് കൂട്ടിയേക്കാം. കിതാബിന്റെയും സുന്നത്തിന്റെയും ലവാഹിർ, അതിന്റെ ബാഹ്യത്തെ ഒരുവൻ പിടിച്ചാൽ മിന്നുസൂലിൽ കുഫ്രി, അത് കുഫറിന്റെ അടിസ്ഥാനമാണ് കേട്ടോ. ഇമാം സ്വാബി റഹിമഹുല്ലാ. എടോ, ഇത് ദറസിലെ കുട്ടികൾ ചേരുമ്പോൾ ആദ്യം പഠിക്കുന്ന തഫ്സീറാണ് സ്വാബി ഇമാമിന്റെ തഫ്സീർ. അതുപോലും പഠിക്കാതെയാണ് ഈ കോട്ട് സക്കാഫിയെ പോലെയുള്ള നിർഗുണ പരബ്രഹ്മങ്ങൾ ഒരു തൊപ്പിയും ഒരു കോട്ടും ഇട്ടുകൊണ്ട്, വലല്ലാലും കുപ്പായവും ഇട്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് സുന്നത്തു ജമാഅത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ഛർദ്ദിക്കുന്നത്.
എന്നിട്ട് ഇങ്ങനെ ഇവരെപ്പോലുള്ള ആളുകൾ ഇത്ര വിഡ്ഢിത്തങ്ങൾ പറഞ്ഞിട്ട് ഇവർ സമസ്തയുടെ ആളുകളാണെന്നാണ് പറയുന്നത്. എന്നിട്ട് സമസ്ത എന്തുകൊണ്ടാണ് ഇവരെ ഒന്നും തിരുത്താത്തത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുകയാണ്, ഒരു മുസ്ലിയാർ, ഇദ്ദേഹത്തിൻ്റെ സംഘടനയിൽ തന്നെ പെട്ട ഒരാൾ. അദ്ദേഹം പറയുന്നു, എന്താണ് അദ്ദേഹം പറയുന്നത്? ഞങ്ങൾ ജമാഅത്തിൻ്റെയും മുജാഹിദിൻ്റെയും ഒക്കെ വീട്ടിൽ പോയി സൗഹൃദം കൂടി സൗഹൃദത്തിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ പൈസ കൊണ്ടുവന്ന് ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് വളർത്തും കേട്ടോ. അതെന്തിനാ? അത് സുന്നത്ത് ജമാഅത്ത് വളർത്താൻ എൻ്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവരാനല്ല എന്നാണ് അയാൾ പ്രസംഗിക്കുന്നത്. അതൊന്നും സുന്നത്ത് ജമാഅത്ത് അല്ല. അത് സുന്നത്ത് ജമാഅത്ത്, അദ്ദേഹം പറഞ്ഞത് സുന്നത്ത് ജമാഅത്തുമായി പുലബന്ധമില്ലാത്ത കാര്യമാണ്. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. കാരണം സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ സവായിഖുൽ മുഹരിക്കയിലും ഇമാം ഖുത്ബുൽ അക്താബ് ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഗുനിയിലുമൊക്കെ മുബത്തദിനോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കിലാബു അഹ്ലിൻ നാരി അഹ്ലുൽ ബിദ്അ, അവർ നരകത്തിലെ ശുനകന്മാരാണ്. അവരുമായിട്ട് യാതൊരു ബന്ധവും പാടുള്ളതല്ല. അവരുമായിട്ട് തർക്കുൽ മുവാലാത്ത് വെച്ച് വളർത്തണം. അവരുടെ വീട്ടിൽ പോയി സൗഹൃദം കൂടാനോ വെള്ളം കുടിക്കുവാനോ പണം ഉപയോഗിച്ചുകൊണ്ട് സംഘടന വളർത്താനോ സ്ഥാപനം വളർത്താനോ പാടുള്ളതല്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ കൈ കൊടുക്കാൻ പാടുള്ളതല്ല. അവരെ കണ്ടാൽ മുഖം തിരിച്ചു കളയണമെന്നാണ് അഹ്ലുസുന്നയുടെ പക്ഷം. ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത് അഹ്ലുസുന്നയുടെ പക്ഷം അല്ല. അതൊക്കെ അയാളുടെ പോക്കറ്റിൽ നിന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഒരു മുസ്ലിയാർ പറയുന്നത്, ഞങ്ങൾ മുബത്തദികളുടെ വീട്ടിൽ പോകും, ചായ കുടിക്കും, സൗഹൃദം ഉണ്ടാക്കും, എന്നിട്ട് അവന്റെ പൈസ വാങ്ങിച്ചിട്ട് എന്റെ പോക്കറ്റിൽ ഇടുന്നില്ല, സുന്നത്ത് ജമാഅത്ത് വളർത്തും. എടോ, അത് സുന്നത്ത് ജമാഅത്തല്ല. അങ്ങനെ വളർത്തുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇവനൊക്കെ ബിദ്അത്ത് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ എന്ത് പിശാചുവാദം, കുപ്രസിദ്ധമായ പിശാചുവാദം. എന്താണ്? മുത്തു റസൂലുള്ളാഹിയുടെ ശബ്ദത്തിൽ വന്നുകൊണ്ട് പിശാചിന് ആൾമാറാട്ടം നടത്തുമെന്നുള്ള പിശാചുവാദം ഇവിടെ കൊണ്ടുവന്നത്. ഇങ്ങനെ മുബത്തദിന്റെ വീട്ടിൽ പോയി അവന്റെ ചായ കുടിച്ച് അവനുമായി സൗഹൃദം പങ്കിട്ട് അവനുമായിട്ട് മറ്റേ നല്ല ബന്ധ രൂപത്തിൽ പോകുന്ന സൗഹൃദത്തിൽ പോകുന്ന ഇത്തരക്കാരായ പുരോഹിതന്മാർ, അവരാണ് ആ വാദങ്ങൾ ഉന്നയിക്കുന്നത്. റസൂലുള്ളാഹിക്ക് നിഴലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പിശാചുവാദം. ഈ പിശാചുവാദം ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇത്തരക്കാരായ ആളുകളാണ്. ബിദ്അത്തുകാരുമായിട്ട് സ്വഹബത്ത് നടത്തുന്നവർ, ബിദ്അത്തുകാരുമായിട്ട് സ്വഹബത്തുള്ളവർ, അവരാണ് ഈ വാദങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്തിന് അതുമായിട്ടൊരു ബന്ധവും ഇല്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ കാണിച്ച മാർഗമാണ്. ഇവരൊക്കെ വലിയ സമസ്തയുടെ നേതാക്കളാണെന്നാണ് പറയപ്പെടുന്നത്. എന്ത് സമസ്ത? സമസ്ത കടലാസ് പുലിയല്ലേ? ഇപ്പോൾ ഇരു സമസ്തയും കടലാസ് പുലിയാണ്. വല്ല ഗുണവുമുണ്ടോ സമസ്തയെ കൊണ്ട്? എന്ത് ഗുണമുള്ളത് സമസ്തയെ കൊണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ ഉപ്പാപ്പയുടെ സമസ്ത, അവരുടെ സ്ഥാപനമാണല്ലോ ദാറുൽ ഹുദ ചെമ്മാട്. ആ ദാറുൽ ഹുദയുടെ പരിപാടിയിൽ ആരാ വന്നത്? കടുത്ത മുബത്തദിയായിട്ടുള്ള ആദർശരിക്കാരൻ ഫൈസി വന്നില്ലേ? ആരാണ് അയാൾ? അത് അയാളൊരു മുബത്തദിയാണ്. മുബത്തദിയായ ഫൈസിയെ സുന്നി സ്ഥാപനത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അപ്പം പിന്നെ സമസ്തക്ക് എന്തോ റോളുള്ളത്? അതാ പറഞ്ഞ് കടലാസ് പുലിയാണ് സമസ്ത എന്ന് പറയുന്നത്. മറ്റേ സമസ്തയുടെ കാര്യം മറച്ചല്ല, അവിടെ പിശാചുവാദമാണുള്ളത്. പിശാചിന് വലിയ സ്ഥാനം കൊടുക്കുന്നു, പിശാചിന് വലിയ ബഹുമാനാദരവുകൾ കൊടുക്കുന്നു, പിശാചുമായി സുഹബത്ത് ഉണ്ടാക്കണമെന്ന് വാദിക്കുന്നു, പിശാചാണ് വരുന്നതൊക്കെ എന്നാണ് അവിടുത്തെ സമസ്തയുടെ ആളുകളും പറയുന്നത്. അപ്പം പിന്നെ സമസ്തക്ക് എന്ത് ഗുണമുള്ളത്? ഇവിടെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഒരാശയം, അത് പണ്ട് സമസ്ത മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവർ ഉദയം ചെയ്ത സംഘടന, ഉദയം കൊടുത്ത സംഘടന, അവർ ബീജാവാപ്പം കൊടുത്ത സംഘടന, ആ സംഘടന ആശയം, ആദർശം, അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, അതിവിടെ നിലനിർത്താൻ ഇവിടെ സമസ്തയുടെ ആവശ്യമൊന്നുമില്ല. അതിവിടെ കാലങ്ങളായിട്ട് നിലനിൽക്കും. അത് മശായിഖന്മാരിലൂടെ, കുത്തുബുകളിലൂടെ, ഹൗസുകളിലൂടെ അതിവിടെ നിലനിൽക്കും. മഹാനായ ഇപ്പോൾ ഉറൂസ് നടക്കുന്ന മഹാനായ ആലുവ മുടിക്കൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു അവരുടെ ഉറൂസാണ്. അവരെ പോലെയുള്ള മഹാന്മാർ, അതുപോലെ തന്നെ കർത്തങ്ങൾ ഉപ്പാപ്പ തൊട്ടുമുഖം ഷെയ്ഖ് അബൂബക്കർ ബം ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, പള്ളിപ്പടി അബൂബക്കർ ഉസ്താദ് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള വലിയ മഹാന്മാർ, അവരിലൂടെയാണ് സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നത്. അല്ലാതെ സമസ്തയിലൂടെയൊന്നുമല്ല സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. സമസ്ത അവർ പഠിപ്പിച്ച ആശയം പറഞ്ഞ സമസ്തക്ക് കൊള്ളാം, മനസ്സിലായില്ലേ? അവർ പറഞ്ഞ ആശയം സമസ്ത പറഞ്ഞുകൊള്ളണം, കട്ടായമാണത്. അത് പറഞ്ഞില്ലെങ്കിൽ സമസ്ത എന്ത് സമസ്ത? സമസ്ത വിൽ ബി സൈഡ് ലൈൻഡ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായിട്ടുള്ള വാദങ്ങൾ മുസ്ലിയാക്കന്മാരുടെ വേഷത്തിൽ വന്നുകൊണ്ട് പറയുന്ന കക്ഷികളെ കരുതിയിരിക്കുക. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് അടക്കമുള്ള കക്ഷികളോടൊപ്പം ഇത്തരക്കാരായിട്ടുള്ള ഈ കോട്ടിട്ടുകൊണ്ട്, തൊപ്പിയിട്ടുകൊണ്ട്, വലല്ലാലിൻ കുപ്പായി വിട്ടുകൊണ്ട് വന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആശയങ്ങൾ പറയുന്ന കക്ഷികളെയും നിങ്ങൾ കരുതിയിരിക്കണം കേട്ടോ. ലാ യുളില്ലൂനക്കും വലാ യുഫ്തിനൂനക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.